Hi everyone. Calicut University M.Com 4th semester International Finance എന്ന സബ്ജക്റ്റിത്തെ സെക്കൻഡ് മൊഡ്യൂളുടെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് 4th ചാപ്റ്റർ ആയിട്ടുള്ള തിയറീസ് ആൻഡ് മോഡൽസ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് എന്നുള്ളതാണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത് തിയറീസ് ആണ്. അതായത് മേജർലി 3 തിയറീസ് പറയുന്നുണ്ട് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റിന്റെ. ആ എക്സ്ചേഞ്ച് റേറ്റിന്റെ 3 തിയറീസ് ആണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആദ്യത്തെ തിയറിയാണ് പെർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി എന്ന് പറയുന്നത്. PPP തിയറി എന്ന് നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. അതായത് ഈ തിയറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ റിലേറ്റീവ് ഇൻഫ്ലേഷൻ റേറ്റും എക്സ്ചേഞ്ച് റേറ്റും തമ്മിലുള്ള ആ രണ്ടും തമ്മിലുള്ള ഒരു ഇമ്പാക്റ്റിനെയാണ് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളുടെ ഇൻഫ്ലേഷൻ റേറ്റിൽ വരുന്ന റിലേറ്റീവ് ആയിട്ട് ഒരു ചേഞ്ചസ് അല്ലെങ്കിൽ കൂടുതലാകുന്നത് എത്രത്തോളമാണ് നമ്മളുടെ എക്സ്ചേഞ്ച് റേറ്റിലോട്ട് അത് ഇമ്പാക്റ്റ് ആവുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. അതേപോലെ തന്നെ ഒരു കൺട്രി ഇൻഫ്ലേഷൻ റേറ്റ് വരുന്ന സമയത്ത് ആ ഇൻഫ്ലേഷൻ ഇൻക്രീസ് ആകുകയാണെങ്കിൽ പ്രൈസും ഇൻക്രീസ് ആവുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ ഡിമാൻഡിന്റെ കേസിൽ വരുന്ന സമയത്ത് ഡിമാൻഡ് ഫോർ ഇറ്റ്സ് കറൻസി ഫോൾസ്, അതിന്റെ ഡിമാൻഡ് കറൻസിയുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് കുറയുന്നതായിരിക്കും. ദെൻ അതേപോലെ തന്നെ നമ്മുടെ ഈ എക്സ്പോർട്സ് ഒക്കെ ഡിക്ലൈൻ ആകുന്ന സമയത്തും പ്രൈസ് കൂടുന്നതായിരിക്കും. കൺസ്യൂമേഴ്സും ഫേംസും തമ്മിൽ മേജറായിട്ട് വരുന്ന സമയത്ത് അവരുടെ ഇമ്പോർട്ട് ഇൻക്രീസ് ആവുന്നതായിരിക്കും. അങ്ങനെ വരുന്ന കുറേ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബേസിക്കലി ഈ PPP തിയറി എന്ന് പറയുന്നത് നമ്മളുടെ ഡേവിഡ് റിക്കാർഡോ ആണ് കൊണ്ടുവന്നത്. 19th സെഞ്ച്വറിയിലൊക്കെ കൊണ്ടുവന്നതാണ് ഈ തിയറീനെ. ഓക്കെ, ഈ തിയറി മേജർലി നമ്മൾക്ക് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഹി പ്രപ്പോൺസ്ഡ് ദാറ്റ് the exchange rate is determined on the basis of the purchasing power of the currency and the theory is called purchasing power parity. ആ purchasing effectനെ നമ്മൾ പറയുന്നതിനെയാണ് ഈ PPP തിയറി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ഈ തിയറിക്ക് മേജർലി അസംഷൻസ് ഉണ്ട്. 3 അസംഷൻസ് ആണ് പറയുന്നത്. there are no cost for ട്രാൻസ്പോർട്ടേഷൻ എ കമോഡിറ്റി ഫ്രം വൺ കൺട്രി ടു അനദർ. അതായത് ഒരു കൺട്രിയിൽ നിന്ന് ഇന്നൊരു കൺട്രിയിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരുന്നില്ല. അതായത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 0 ആണ്. അതേപോലെ തന്നെ ഇവിടെ ദർ ആർ നോ കോസ്റ്റ് ഇൻ കൺവേർട്ടിംഗ് ദ കറൻസി ഇൻ ടു അനദർ. അതായത് ഒരു കറൻസിനെ മറ്റൊരു കറൻസി ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് കോസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ദെൻ ദർ ആർ നോ റിസ്ട്രിക്ഷൻ ഓൺ ദ മൂവ്മെന്റ് ഓഫ് കമോഡിറ്റീസ് ബിറ്റ്വീൻ ദ കൺട്രീസ്. അതായത് ഒരു കൺട്രിയുടെ കറൻസിയുടെ മൂവ്മെന്റ്സ്, കമോഡിറ്റിയുടെ മൂവ്മെന്റ്സ് എന്ന് പറയുന്നതും നമ്മൾക്കിവിടെ അതൊരു റിസ്ട്രിക്ഷൻ ആയിട്ടല്ല വരുന്നത് എന്നുള്ളതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ദെൻ ഈ PPP തിയറിയിൽ തന്നെ നമുക്ക് 2 വേർഷൻ അല്ലെങ്കിൽ 2 ടൈപ്സ് ആയിട്ടാണ് പറയുന്നത്. അബ്സല്യൂട്ട് PPPയും അതേപോലെ തന്നെ റിലേറ്റീവ് PPP തിയറി എന്ന് പറഞ്ഞിട്ട് 2 തിയറി ആയിട്ട് അവർ അവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ അബ്സല്യൂട്ട് പെർച്ചേസിംഗ് പവർ പാരിറ്റി എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് വേർഷൻ ആണ്. അതായത് നമ്മൾ അവിടെ എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അതൊരു പോസിറ്റീവ് എഫക്റ്റ് ആണ് വരുന്നത്. എങ്ങനെയാന്ന് വെച്ചാൽ ലോ ഓഫ് വൺ പ്രൈസ് എന്നുള്ളതിന്റെ ബേസിസിലാണ് ഈ തിയറി വർക്ക് ആവുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ പ്രൈസ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് പ്രൈസ് ഓഫ് എനി ഗുഡ്സ് ഈക്വൽസ് ടു ഇറ്റ്സ് ഫോറിൻ പ്രൈസ് കോട്ടേറ്റഡ് ഇൻ ദ സെയിം കറൻസിന്റെ ബേസിസിലായിരിക്കും ഇവിടെ വരുന്നത്. ഡൊമസ്റ്റിക് പ്രൈസ് ഓഫ് ദ ഗുഡ്സും അതേപോലെ തന്നെ ഫോറിൻ പ്രൈസ് കോട്ടേറ്റ് ചെയ്തതും രണ്ടും സെയിം കറൻസിയുടെ ബേസിസിൽ, ആ വാല്യൂന്റെ ബേസിസിൽ വരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇതിന്റെ ഒരു പ്രൈസ് സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫ്രീലി അതേപോലെ തന്നെ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്ലോബൽ മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എവ്രിവെയർ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾക്ക് ഇവിടെ പറയുന്നത്. പിന്നെ പറയുന്നത് ഈ PPP തിയറി എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് റേറ്റ് ബിറ്റ്വീൻ 2 കറൻസീസ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദയർ പെർച്ചേസിംഗ് പവറിന്റെ ബേസിസിലായിരിക്കും അവർ ഡിഫൈൻ ചെയ്തത്. പിന്നെ ഇവിടെ പറയുന്നത് അതിനെ ഡിഫൈൻ ചെയ്യാനായിട്ടുള്ളൊരു ഫോർമുലയൊക്കെയാണ്. അത് ജസ്റ്റ് എന്താണെന്നുള്ളത് നോക്കി വെച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പം നമ്മളുടെ അബ്സല്യൂട്ട് ഫോം ഓഫ് PPP തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് പ്രൈസ് ഓഫ് സിമിലർ പ്രൊഡക്റ്റ് ഓഫ് 2 ഡിഫറെന്റ് കൺട്രീസ് ഷുഡ് ബി ഈക്വൽ വെൻ മെഷേർഡ് ഇൻ ദ കോമൺ കറൻസി എന്നാണ് പറയുന്നത്. ഇതല്ലാതെ തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് എന്താണെന്നുള്ളത് ജസ്റ്റ് ഇതിന്റെ കൺസെപ്റ്റ് ആണ്. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് പോകുക, കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, എന്നിട്ട് ജസ്റ്റ് അത് എന്താണെന്നുള്ളത് ഒന്ന് വായിച്ചിട്ട് പോയിട്ട് എക്സാം എഴുതുക. ഓക്കെ, കമ്പാരിറ്റീവ് വേർഷൻ എന്ന് പറയുന്ന സമയത്ത് ഒരു പേഴ്സൻറ്റേജ് ചേഞ്ചസിന്റെ ബേസിസിൽ വരുന്നതാണ്. കറൻസിയിൽ വരുന്ന എന്തെങ്കിലും ചേഞ്ചസിനെ നമ്മൾ ഒരു പേഴ്സൻറ്റേജ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. അതായത് നമ്മളത് ഡിഫൈൻ ചെയ്ത് വരുന്ന സമയത്ത് ആ ഒരു കറൻസിയുടെ വാല്യൂ എന്ന് പറയുന്നത് മറ്റൊരു കറൻസിയുടെ പേഴ്സൻറ്റേജിന് ഈക്വൽ ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
അതിനെയാണ് നമ്മളുടെ ഈ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്ന് അബ്സല്യൂട്ട് ഫോം ഓഫ് PPP തിയറി എന്ന് പറയുന്നത്. അതായത് ദ തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് ദ പെർസെന്റേജ് ചേഞ്ച് ഇൻ ദ എക്സ്ചേഞ്ച് റേറ്റ് ബിറ്റ്വീൻ ദ ഡൊമസ്റ്റിക് കറൻസി ആൻഡ് ദ ഫോറിൻ കറൻസി ഷുഡ് ബി ഈക്വൽ ദ പെർസെന്റേജ് ചേഞ്ച് ഇൻ ദ റേഷ്യോ ഓഫ് ദ ഇൻഫ്ലേഷൻ റേറ്റ് ഇൻ ദ ടു കൺട്രീസ് എന്നാണ് പറയുന്നത്. ദെൻ അതിന്റെ ഒരു ഫോർമുല പറയുന്നത് അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മാത്രം മതി. ഓക്കെ, മേ ബി നമുക്ക് എഴുതാൻ പോയിന്റ് കിട്ടിയില്ലെങ്കിൽ ഈ ഫോർമുല എഴുതിയിട്ട് അത് എന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അങ്ങനെ പേജ് കുറച്ചുകൂടി നീട്ടി വലിക്കാം. അതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗപ്പെടും. ഓക്കെ, ഇതാണ് നമ്മളുടെ ഈ തിയറി പറയുന്നത്. പിന്നെ പറയുന്നത് ഈ PPP തിയറിയുടെ ഒരു ഇവാലുവേഷൻ ആണ്. ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് വന്നത് എന്നുള്ളതിന്റെ ബേസിസിലൊക്കെ അതിന്റെ ക്രിറ്റിസംസ് പറയുന്നുണ്ട്. ഓക്കെ, ക്രിറ്റിസംസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 10-12 ക്രിറ്റിസംസ് പറയുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നുന്ന ഒരു 8-9 ഉണ്ടെങ്കിൽ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഞാനിവിടെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഇതിൽ നിങ്ങൾക്ക് മേജറായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ എഫക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടാകുമല്ലോ. അങ്ങനെ വരുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഇന്റർവെൻഷൻ, അതേപോലെ തന്നെ സ്പെക്കുലേഷൻ, എക്സ്ചേഞ്ച് മാർക്കറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ്, അതേപോലെ തന്നെ സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ദ എക്കണോമിക്സ്, ഇങ്ങനെ വരുന്നതൊക്കെ ഇതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. അതിനൊരു ക്രിറ്റിസംസ് ആയിട്ടുമാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്നത് ഒരു കൺട്രിയിൽ നിന്ന് ഇന്നൊരു കൺട്രിക്ക് നോക്കുന്ന സമയത്ത് ഡിഫറെന്റ് ആണ്. അതേപോലെ തന്നെ അതിന്റെ കമ്പാരിസൺ എന്ന് പറയുന്നത് നമുക്ക് വിത്തൗട്ട് ടേക്കിംഗ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അൺറിയലിസ്റ്റിക് ആണ്. ഒരു ക്വാളിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതൊരു അൺറിയലിസ്റ്റിക് ഫോം ആയിട്ടാണ് അവർ അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്റർനാഷണൽ ക്യാപിറ്റൽ ഫ്ലോ വരുന്ന ആ എഫക്റ്റിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ വരുന്ന ആ എഫക്റ്റിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ, അതെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മൂവ്മെന്റ്സ് ഓഫ് ഗുഡ്സ് എന്നുള്ള കേസസിലോട്ട് വരുന്ന സമയത്ത് ആൻഡ് നോട്ട് ദാറ്റ് ക്യാപിറ്റലിന്റെ ബേസിസിൽ വരില്ല. അതായത് ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ഓൺലി ദ മൂവ്മെന്റ് ഓഫ് ദ ഗുഡ്സ് ആൻഡ് നോട്ട് ദ ക്യാപിറ്റൽ. ഗുഡ്സ് ആയിട്ട് മാത്രമേ വരത്തുള്ളൂ, ക്യാപിറ്റലിലോട്ടൊരു ഫോം ആയിട്ട് അത് കിട്ടത്തില്ല. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന ആ പ്രൈസിന്റെ ചേഞ്ചസിന് ഇവർ ഇവിടെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്, അതിന്റെ ഇമ്പാക്ടിനെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ആഡിക്വേറ്റിൽ ഒരു അറ്റൻഷൻ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫാക്ടേഴ്സിന് ആഡിക്വേറ്റിൽ ഒരു അറ്റൻഷൻ ഇവർ കൊടുക്കുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ ഈ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്, അതിന്റെ കോസ്റ്റ് ഇവർ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇന്റർനാഷണൽ ട്രേഡിൽ വരുന്ന ഫ്രീ ഫോമിൽ വരുന്ന ബാരിയേഴ്സ് എന്ന് പറയുന്നതും അതൊന്നും ട്രൂ അല്ല, അതൊക്കെ ജസ്റ്റ് ഇവർ പറയുന്നതാണെന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ തിയറി എന്ന് പറയുന്നത് നമുക്ക് ഒരു വിസിബിൾ ഇമ്പോർട്ടന്റ് എക്സ്പോർട്ട് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ്. എന്നാൽ ഈ ബോത്ത് വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ കേസിലോട്ട് വരുന്ന സമയത്ത് ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്ന് പറയുന്നതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഈ തിയറിയിൽ ഈ ടാരിഫ് പോളിസി, ഡിഫറെന്റ് കൺട്രീസിൽ വരുന്ന ടാരിഫ് പോളിസീസ് ഒക്കെ ഉണ്ടാകും. ആ ടാരിഫ് പോളിസിയിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളതും പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഹൈ റേറ്റ് എക്സ്ചേഞ്ച് റേറ്റ് ആയിട്ടുള്ള ഹൈ ടാരിഫും കൂടി ഇവർ ഇവിടെ ഈടാക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഈ തിയറി എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്റർനാഷണൽ എക്കണോമിക് റിലേഷൻ എന്ന് പറയുന്ന ആ ഒരു റിലേഷൻ കൺസിഡർ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഈ തിയറിയിൽ നമുക്ക് റെലവെന്റ് ആയിട്ട് വരുന്ന ലോങ് പീരീഡിന്റെ ബേസിസിൽ വരുന്നതും ഇവർ അവിടെ അത് കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതാണ് ആദ്യത്തെ തിയറി. ദെൻ രണ്ടാമത്തെ തിയറിയാണ് അസറ്റ് മാർക്കറ്റ് മോഡൽ എന്ന് പറയുന്നത്. അസറ്റ് മാർക്കറ്റ് മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫണ്ടമെന്റൽ വാല്യൂ പ്ലസ് എ വാല്യൂ ഓഫ് ദ റിഫ്ലക്ട് എക്സ്പെക്ടേഷൻ ഓഫ് ദ ഫ്യൂച്ചർ ചേഞ്ചസ് ഇൻ ദ അസറ്റ്സ് പ്രൈസ്, ഈ രണ്ട് പ്രൈസും തമ്മിലുള്ള ഒരു കൂട്ടുചേർമനിയാണ് നമ്മൾ ഈ അസറ്റ്സ് മാർക്കറ്റ് മോഡൽ എന്ന് പറയുന്നത്. ഇതിൽ ഈ ഫോറിൻ എക്സ്ചേഞ്ച് വ്യൂവിന്റെ ബേസിസിൽ പറയുകയാണെങ്കിൽ ഫിനാൻസ് അസറ്റ്സ് പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ഡിമാൻഡും സപ്ലൈവും അതിൽ വരുന്ന ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയും ഒക്കെ ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു സംഭവമാണ്. ദെൻ ഈ മോഡൽ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ അസംപ്ഷൻ ദാറ്റ് അസറ്റ്സ് മാർക്കറ്റ് ആർ എഫിഷ്യന്റ് ആൻഡ് ഫുള്ളി റിഫ്ലക്ട് ഓൾ അവൈലബിൾ ഇൻഫോർമേഷൻ എന്നുള്ളതിന്റെ ബേസിസിലാണ് നമ്മളുടെ ഈ മോഡൽ തന്നെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ മോഡൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ കറൻസി വിൽ ബി മോർ ഡിമാൻഡ് ആൻഡ് hence will likely appreciate in the value of the flow of the funds into other financial market of the country such as equities and bonds increase in vice versa എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അതായത് ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കറൻസിയുടെ വാല്യൂ നമ്മൾ നോക്കുന്ന സമയത്ത് ഡിമാൻഡും സപ്ലൈന്റെ ബേസിസിലൊക്കെയാണല്ലോ വരുന്നത്. അപ്പൊ അതിന് ഫണ്ട് ഔട്ട്ഫ്ലോവും ഇൻഫ്ലോവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആ ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ കേസിൽ വരുന്ന സമയത്ത് ഇവർ ഇത് നോക്കുന്നത് ഇക്വിറ്റിയും ബോണ്ടും ഇതിന്റെ ബേസിസിലൊക്കെയാണെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൽ പറയുന്നത് കറൻസി എന്ന് പറയുമ്പോൾ ഹൈ ഡിമാൻഡ് ആയിരിക്കും, അതേപോലെ തന്നെ അതിന്റെ അപ്രീഷിയേറ്റഡ് വാല്യൂ ഒക്കെ നമ്മൾ നോക്കിയിട്ടാകും ഈ കാര്യത്തിൽ തീരുമാനിക്കുന്നത്. ഓക്കെ, ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ കൺട്രി ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഓരോ കൺട്രിയിൽ വെച്ച് നോക്കുന്ന സമയത്ത് അത് ഇൻക്രീസ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ആയിരിക്കും കാണിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിന്റെ ലിമിറ്റേഷൻസ് പറയുന്നുണ്ട്. ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ മേജർലി പറയുന്നത് ഇതിന് കുറച്ച് ടൈം വേണം എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വരുന്ന സമയത്ത് ടൈം വേണം. അതേപോലെ തന്നെ ഇത് ലോങ് റണ്ണിന്റെ ബേസിസിൽ വരുന്നതാണ്. പെർഫോമൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് കുറച്ച് ലോങ് റണ്ണിലോട്ട് വരുന്നതാണ്. അതേപോലെ തന്നെ
നമ്മൾക്കിവിടെ ഹൈ ഡിമാൻഡാണ് കാണിക്കുന്നത്. ദെൻ അതേപോലെ തന്നെ നമുക്ക് മോർഗേജിന്റെ ക്രൈസിസ് ഒക്കെ നമ്മൾക്കിവിടെ കാണിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് ഇവിടെ നമ്മൾക്ക് എന്താണ് ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ തിയറി. ദെൻ നമ്മളുടെ മൂന്നാമത്തെ തിയറിയാണ് പോർട്ട്ഫോളിയോ ബാലൻസ് മോഡൽ എന്ന് പറയുന്നത്. പോർട്ട്ഫോളിയോ ബാലൻസ് മോഡൽ എന്ന് പറയുന്നത് റിലേറ്റീവ് പ്രൈസ് ഓഫ് ബോണ്ട്സും ആൻഡ് എക്സ്ചേഞ്ച് റേറ്റും ഇത് രണ്ടും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്. ദിസ് തിയറി സജസ്റ്റ് ദാറ്റ് നോട്ട് ഓൺലി ദ മോണിറ്ററി ഫാക്ടർ ബട്ട് ഓൾസോ ദ ഹോൾഡിംഗ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ്. അതായത് ഇവിടെ നമുക്ക് മോണിറ്ററി ആയിട്ടൊരു ഫാക്ടർ മാത്രമല്ലാതെ ഫിനാൻഷ്യൽ അസറ്റ്സ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ ബോണ്ട്സ് അതും കൂടി നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ദെൻ അതേപോലെ തന്നെ ഇവിടെ പോർട്ട്ഫോളിയോ ബാലൻസ് അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മുടെ മോണിറ്ററി അപ്രോച്ചിനെ വച്ച് നോക്കുന്ന സമയത്ത് ഡിഫറൻസും ആണ്. അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് നമ്മുടെ ഹോം കൺട്രീനെ അഫക്ട് ചെയ്യുന്നതും ഒരു ഡിഫറെന്റ് രീതിയിലാണ്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്കൊരു ഡെഫിനേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ എനി ചേഞ്ചസ് ഇൻ ദ എക്കണോമിക് കണ്ടീഷൻ ഓഫ് എ കൺട്രി വിൽ ഹാവ് എ ഡയറക്റ്റ് ഇമ്പാക്ട് ഓൺ ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ദ ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ ബോണ്ട് എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾക്ക് എക്കണോമിയിൽ എന്ത് ചേഞ്ചസ് വരികയാണെങ്കിലും ആ ചേഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ ഡിമാൻഡിനെയും സപ്ലൈനെയും ഡയറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യുന്നതാണ്. അതിനെയാണ് ഈ പോർട്ട്ഫോളിയോ തിയറി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ അതിന്റെ ഫോർമുല പറയുന്നുണ്ട്, അതിന്റെ ജസ്റ്റ് എന്താണെന്നുള്ളത് നോക്കി മാത്രം വയ്ക്കുക. ഓക്കെ, പിന്നെ അതിന്റെ അസംഷൻസ് ആണ്. അസംഷൻസ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നമ്മുടെ പെർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി എന്ന് പറയുന്നത് ഹോൾഡ് ചെയ്യുന്നില്ല, അതായത് ഇവിടെ വരുന്നില്ല എന്ന് ഉദ്ദേശിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റിയും ഇവിടെ കവേർഡ് അല്ല. അതേപോലെ തന്നെ നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് എക്സ്പെക്റ്റഡ് അൺചേഞ്ച്ഡ് ബേസിസിലാണ് വരുന്നത്. ഇവിടെ ഓൺലി 3 അസറ്റ്സ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുള്ളൂ ഇൻവെസ്റ്റ്മെന്റ്സിന്, ഹൗസ് ഹോൾഡ് ഇൻവെസ്റ്റ്മെന്റ്സ്, മണിയും ഡൊമസ്റ്റിക് ബോണ്ട്സും അതേപോലെ തന്നെ ഫോറിൻ ബോണ്ട്സ്. ഈ 3 സാധനങ്ങൾ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അതേപോലെ തന്നെ ബോണ്ട്സ് എന്ന് പറയുമ്പോൾ ഒരു പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല ഇവിടെ. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് മൊബിലിറ്റി എന്ന് പറയുന്നത് വിത്തൌട്ട് ക്യാപിറ്റൽ കൺട്രോളും അതേപോലെ തന്നെ സിമിലർ ബാരിയേഴ്സ് ടു ഇൻവെസ്റ്റ്മെന്റ് ബേസിസിലാണ് ഇവിടെ അവർ അസ്യൂം ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അസ്യൂം നാരോ ട്രാൻസാക്ഷൻ കോസ്റ്റ് ആൻഡ് ഹൈ കോമ്പറ്റീഷൻ ഇൻ ദ മണി മാർക്കറ്റ്. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടെ അസംഷൻസ് ആയിട്ട് പറയുന്നത്. ഈ തിയറിയുടെ ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ക്രിറ്റിസംസ് ആണ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഇത് നമ്മളുടെ റിയൽ ഇൻകം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ തന്നെ എക്സ്ചേഞ്ച് റേറ്റിൽ ഇഗ്നോർ ചെയ്ത് കളയുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ട്രേഡ് ഫ്ലോ എന്നുള്ളൊരു അപ്രോച്ച് അല്ലെ അങ്ങനെയുള്ള ഒരു അപ്രോച്ചിന് ഇത് ഡീലൈനും ഇല്ല. പിന്നെ അതേപോലെ തന്നെ ഇറ്റ് ഗിവ് നോ റോൾ ടു എക്സ്പെക്ടേഷൻസ് കാര്യങ്ങളിലും ഒരു റോളും കൊടുക്കുന്നില്ല. അതേപോലെ തന്നെ എംപിരിക്കൽ സ്റ്റഡീസ് റിലേറ്റിംഗ് ടു ഇറ്റ് ഹാവിങ് എ ഈൽ മിക്സ്ചർ റിസൾട്ടിന്റെ ബേസിസിലാണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾക്ക് ക്രിറ്റിസംസ് ആയിട്ട് പറയുന്നത്. ദെൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എക്സ്ചേഞ്ച് റേറ്റ് റുപ്പീസ് എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നത് ജസ്റ്റ് എന്താന്നുള്ളതൊന്ന് വായിച്ചാൽ മാത്രം മതി. ഓക്കെ, അത് എക്സ്ചേഞ്ച് റേറ്റിന്റെ ബേസിസിൽ റുപ്പീസ് കോട്ടോസ് എന്താന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് ജസ്റ്റ് വായിച്ചാൽ മാത്രം മതി. അതേപോലെ തന്നെ അതിന്റെ റീസെന്റ് ആയിട്ടുള്ള ട്രെൻഡ്സും അതും ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. പിന്നെ നമുക്ക് വരുന്നത് കൺവേർട്ടബിലിറ്റി ഓഫ് കറൻസി എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പീസിന്റെ ബേസിസിൽ കൺവേർട്ടബിലിറ്റി ഓഫ് കറൻസിയാണ്. അതായത് ഒരു കറൻസിനെ ഇന്നൊരു കറൻസി ആയിട്ട് നമ്മൾ മാറ്റുന്ന സമയത്ത് അതിലെന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അതിലെന്തൊക്കെ അക്കൗണ്ട്സ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചിട്ട് പോയാൽ മതി. ഓക്കെ, ഇതൊന്നും ഈ ഭാഗത്തുനിന്നൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ആണ്. ആ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് സിമ്പിളാണ്. ഒരു കറൻസിനെ ഇന്നൊരു കറൻസി ആയിട്ട് മാറ്റുന്നതാണല്ലോ, അപ്പൊ അതിൽ വരുന്ന സംഭവങ്ങൾ തന്നെയാണ്. പിന്നെ അതിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി എന്ന് പറയുന്നുണ്ട്. അതും നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന ബേസിസിൽ അതിന്റെ കണ്ടീഷൻസും ബെനിഫിറ്റ്സും കാര്യങ്ങളും അത് ജസ്റ്റ് വായിച്ചാൽ മാത്രം മതി, മഗപ്പ് ചെയ്യാനൊന്നും നിൽക്കണ്ട. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ വരുന്നത്, അതായത് നമ്മുടെ തിയറീസിൽ വരുന്നത്. 3 തിയറീസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വരുന്നത്. തിയറീസ് കുറച്ച് കൺഫ്യൂഷൻ ആണ്, നിങ്ങൾ കുറച്ചുകൂടി വായിക്കുക. അതിൽ കൺസെപ്റ്റ് എന്താന്നുള്ളത് മാത്രം ഞാൻ പറഞ്ഞു തന്നു. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ